നമസ്കാരം. സാക്ഷരതാ മിഷൻ്റെ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ അബ് ചിടിയ കഹാ രഹേഗി എന്ന കവിതയാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. കവയിത്രി ഹൈ മഹാദേവി വർമ്മ. ആദ്യം നമുക്കൊന്ന് കവയിത്രി ഒന്ന് പരിചയപ്പെടാം. कवयित्री का नाम है महादेवी वर्मा. उनका जन्म 1907 मार्च 26 को हुआ था और उनकी मृत्यु 1987 सितंबर 11 को हुई थी. वे गद्य और पद्य साहित्य के प्रमुख हस्ताक्षर माने जाते हैं. छायावाद और रहस्यवाद के कवयित्री माने जाते हैं. निहार, रश्मि, नीरजा, संध्या गीत, दीपशिखा, प्रथम आयाम, अग्निरेखा, यामा आदि उनकी प्रमुख रचनाएं हैं. अतीत के चलचित्र, स्मृति की रेखाएं आदि रेखा चित्र और पद के साथी, मेरा परिवार आदि संस्मरण रचनाएं हैं. और ज्ञानपीठ पुरस्कार, यामा के लिए साहित्य के परमोन्नत पुरस्कार भारत सरकार के द्वारा दिए जाने वाले ज्ञानपीठ पुरस्कार भी उन्हें मिले हैं. और नीरजा के लिए सक्सेरिया पुरस्कार और 1988 में मरणोपरांत भारत सरकार की पद्म विभूषण उपाधि से वे सम्मानित व्यक्ति हैं. अब ये कविता अब चिड़िया कहाँ रहेगी. നമ്മുടെ കവിതയുടെ പേരാണ് അബ് ചിടിയാം കഹാം രഹേഗി. ഇനി പക്ഷികൾ എവിടെ ഇരിക്കും. ഈ കവിതയ്ക്ക് മുന്നിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. कोई भी जीव अपने पर्यावरण से अलग जी नहीं सकते. ഒരു ജീവിക്കും തൻ്റെ पर्यावरण से എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ നിന്നും വേറിട്ട് ജീവിക്കാൻ പറ്റില്ല. ഈവൻ മനുഷ്യർക്ക് പോലും അങ്ങനെയാണ്. ജീവജന്തു और प्रकृति एक सिक्के के दो पहलू है. ജീവജന്തുക്കളും और प्रकृति एक कॉइन के दो पहलू है. ഒരു കോയിനിന്റെ രണ്ട് പക്ഷങ്ങളാണ് പ്രകൃതിയും ജീവജാലങ്ങളും. धरती सुरक्षित रहेगी तो जीव भी सुरक्षित रह जाएगा. ഭൂമി സുരക്ഷിതരാണെങ്കിൽ മാത്രമേ ജീവജാലകങ്ങളും ജീവികളും സുരക്ഷിതരുള്ളൂ. धरती और जीव का रिश्ता माम और संतान का है. ഭൂമിയും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. तो പ്രകൃതി को सुरक्षित रखना हमारा कर्तव्य है. പ്രകൃതിയെ സുരക്ഷിതരായിട്ട് ഇരുത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. പ്രകൃതി की रक्षा हमारी सुरक्षा है. പ്രകൃതിയുടെ രക്ഷ നമ്മുടെ സുരക്ഷയാണ്. പ്രകൃതി हमारी माम है, हम उसके संतान है. നമ്മൾ അവരുടെ സന്താനം. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കവിത പഠിക്കാൻ. ചെറിയൊരു കവിതയാണ്, വളരെ സിമ്പിൾ കവിതയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം, पेड़ काटने से पर्यावरण प्रदूषित हो जाता है. മരങ്ങൾ മുറിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി ദുർബലമാകുന്നത്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതിക്ക് സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നത്. या पेड़ काटने से पर्यावरण प्रदूषित हो जाता है. മലിനീകരണം കൂടുതൽ വ്യാപിക്കുന്നതും അതുകൊണ്ടാണ്. तो परिस्थिति की सुरक्षा करना हम सभी का दायित्व है. तो समझना चाहिए कि जीव जंतुओं पर निर्वनीकरण का असर है. ജീവജന്തുക്കൾ, ജീവികളിൽ, ജീവജാലകങ്ങളിലെല്ലാം ഈ വനങ്ങളെല്ലാം നശിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രഭാവം നമ്മൾ കാണുന്നുണ്ട്. അതാണ് കാട് വിട്ട്, കാടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് കാടൊക്കെ വിട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നത്. ആനകളും കടുവകളും പുലികളും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് വാർത്ത കാണുന്നുണ്ടല്ലോ. ഈ കൊറോണ കാലത്ത് കാളനൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും പുലിയും ആനകളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്, സഞ്ചരിക്കുന്നത്. ഒത്തിരി കാട്ടാന കൂട്ടങ്ങളൊക്കെ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അതനക്കം ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ വനങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. പരിസ്ഥിതിയെ നമ്മൾ മലിനീകരിക്കുകയാണ്, അല്ലേ? മലിനീകരണം കൂടി വരികയാണ്. എല്ലാ പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിഞ്ഞ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പാഠം ഒന്ന് പഠിക്കാം. അബ് ചിടിയാം കഹാം രഹേഗി. ആന്धी आई जोर शोर से, डालें टूटी हैं चकोर से, उड़ा घोंसला अंडे फूटे, किससे दुख की बात कहेगी, अब यह चिड़िया कहाँ रहेगी. हमने खोला अलमारी को, बुला रहे हैं बेचारी को, पर वो चीम चीम कराती है, घर में तो वो नहीं रहेगी. घर में पेड़ कहाँ से लाए, कैसे ये घोंसला बनाए, कैसे फूटे अंडे जोड़े, किससे ये सब बात कहेगी,
अब ये चिड़िया कहाँ रहेगी. വളരെ സിമ്പിൾ കവിതയാണ്, ആശയം വളരെ അധികമാണ്. ഇന്നെന്നല്ല എന്നും ഈ കവിതയുടെ ആശയം നമുക്ക് മനുഷ്യർക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു തീമാണ്. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാശം തന്നെയാണ്, നമ്മൾ ഇരിക്കുന്ന കൊമ്പിനെ തന്നെയാണ് നമ്മൾ മുറിക്കുന്നത്. देखिए चिड़ियों का रहने का स्थान पेड़ और पेड़ की डालियां हैं, लेकिन पेड़ और पेड़ की डालियों को नष्ट करेंगे तो हम पेड़ों को कहाँ, पक्षियों को कहाँ रखेंगे, या पक्षी कहाँ घोंसला बनाएंगे. ഇതാണ് ഇതിന്റെ ആശയം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട്, മരത്തിന്റെ ശാഖകൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്ന പക്ഷികൾക്ക് ഇരിക്കാനുള്ള താവളം, ഇരിക്കാനുള്ള താമസ സ്ഥലം നമ്മൾ ഇല്ലാതാക്കുന്നു. അവ പിന്നെ എവിടെ പോയിരിക്കും? അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എങ്ങനെ ചെയ്തു കൊടുക്കും? ആന്ധി ആയി ജോർ ഷോർ സേ. ആന്ധി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ജോർ ഷോർ സേ ആന്ധി ആയി. വളരെ അതിശക്തമായ കൊടുങ്കാറ്റ് വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വന്നു. അപ്പൊ ഇതിനെന്ത് സംഭവിക്കും? പ്രകൃതിയിലെ മരങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും? ഡാലിയം ടൂട്ടി ഹൈ ചകോർ സേ. ഈ ചകോർ എന്ന് പറഞ്ഞാൽ എന്താ? ഉലച്ചിൽ. കാറ്റിന്റെ, ഈ കൊടുങ്കാറ്റിന്റെ അതിശക്തമായ ഉലച്ചിലില് പെട്ട് മരങ്ങളുടെ ശാഖകളെല്ലാം കടപുഴകും. വേരോടെ കടപുഴകുന്നുണ്ട്, ശാഖകൾ വെട്ടി ഒടിഞ്ഞു വീഴുന്നവയുണ്ട്. ഉടാ ഘോംസല അണ്ടേ ഫൂട്ടേ. ഉടാ പറന്നു. ഘോംസല കൂട്. പക്ഷികൾ തനിയെ ഉണ്ടാക്കുന്ന കൂടിനെയാണ് ഘോംസല എന്ന് പറയുന്നത്. അണ്ടേ ഫൂട്ടെ. ഇസ് ഘോംസലേക്ക് അന്തർ ജോ അണ്ടേ ഹെ വ ഫൂട്ട് ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പക്ഷിക്കൂടിനകത്ത് ഉള്ള പക്ഷിയുടെ മുട്ടകൾ ഫൂട്ട് ജാത്ത ഹെ, പൊട്ടിപ്പോകുന്നു. എങ്ങനെ? ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ. ഇനിയോ കിസിസെ ദുഃഖ് കി ബാത്ത് കഹേഗി. പാവം ഈ പക്ഷികൾ ആരോട് പോയി ദുഃഖം പറയും? കിസിസെ യേ ബാത്ത്, ദുഃഖ് കി ബാത്ത്, ബഹുത് ദുഃഖ് കി ബാത്ത് ഹെ. पक्षियों के छोटे बच्चे निकलने के लिए जो अंडे डाले हैं, उस अंडे अगर फूट जाते हैं तो पक्षियों के अगले संतान, नेक्स्ट जनरेशन या अगली पीढ़ी मर जाते हैं. तो इसका कारण आंधी है. आंधी बहुत ज्यादा से ज्यादा आज आ रही है. तो इसका कारण या मनुष्य ही है. पहले वनों में ज्यादा से ज्यादा वृक्ष हैं तो, पेड़ हैं तो, पेड़ हमें हमारी रक्षा करते थे. लेकिन आज पेड़ों की कमी होने के कारण हमारी रक्षा करने के लिए प्रकृति से कोई नहीं. तो पक्षियों के बारे में या पक्षियों की ओर से हम सोचेंगे तो पक्षियों की घोंसला आज नष्ट हो जाते हैं. और उन घोंसलों में जो अंडे हैं वे अंडे सब फूट जाते हैं, टूट जाते हैं, പൊട്ടിപ്പോവും. അതിനകത്തിരിക്കുന്ന മുട്ടകളെല്ലാം പൊട്ടിപ്പോവും. किससे दुख की बात कहेगी? इस दुख की बात किससे चिड़िया कहेगी? अब ये चिड़िया कहाँ रहेगी? हम सोचना चाहिए, हम मनुष्य सोचना चाहिए कि ये चिड़िया अब कहाँ रहेगी? चिड़ियों का रहने का स्थान कहाँ है? ഈ പക്ഷികൾ ഇരിക്കാനുള്ള സ്ഥലം എവിടെ? തിരിച്ച് മനുഷ്യൻ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ തൻ്റെതായ വാസസ്ഥലമായ വീട് ഉണ്ടാക്കി വെക്കുന്നു. ആ വീട്ടിൽ ഇതുപോലെ കൊടുങ്കാറ്റും പേമാരിയും എല്ലാം വെള്ളപ്പൊക്കവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? വെള്ളപ്പൊക്കം അതിരൂക്ഷം അല്ല, നിലച്ചിരിക്കാത്ത സമയത്തിൽ മഹാപ്രളയം വരുന്നു. പെട്ടെന്ന് വീടുകളൊക്കെ അടിയോടുകൂടി പോകുന്നു. അപ്പോൾ തിരിച്ച് ചോദ്യം ചോദിക്കാം, അബ് മനുഷ്യ കഹാം രഹേംഗെ. ഇതിനകത്ത് ചോദ്യം അബ് ചിടിയാം കഹാം രഹേഗി എന്നാണ് ആര് ചോദിച്ചിരിക്കുന്നത്? കവയിത്രി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് മനുഷ്യൻ്റെതായ രീതിയിൽ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ ചെയ്താൽ, മനുഷ്യന്റെ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ എവിടെ താമസിക്കും? ധർത്തി നയ്യേത്തോ മനുഷ്യ കഹാൻ രഹേഗ. ഭൂമി ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എവിടെ താമസിക്കും? എത്ര ഫ്ലാറ്റുകളാണ് നിലംപൊത്തുന്നത് അല്ലേ? എത്ര ഹൈറ്റിൽ നിങ്ങൾ കെട്ടി ഉയർത്തിയാലും ശരി, അടിസ്ഥാനം ബേസ് ഇതുപോലെ ഒന്ന് പേമാരിയൊക്കെ വന്ന് കടപുഴകുന്ന സീൻസൊക്കെ നമ്മൾ TV കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയും ചിന്തിക്കാം. അപ്പം നമ്മൾ മനുഷ്യന് മാത്രമല്ല ജീവിക്കാനുള്ള അവകാശം ഭൂമിയിൽ, മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം തുല്യ അവകാശമാണ്, ഭൂമിയുടെ അവകാശികളാണ്. ഇനി ശരി, ഈ പക്ഷികളെ നമ്മൾ അങ്ങ് വീട്ടിൽ പിടിച്ചിരുത്താന്ന് വെക്കുക. ഒരു മനുഷ്യ പക്ഷി സ്നേഹി. ഈ മനുഷ്യ ശരി, മരം പോയല്ലോ,
മരക്കൊമ്പ് പോയല്ലോ, എന്നാ പിന്നെ ഇവയെ പിടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടിരുത്താം എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് കവയിത്രി അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. ഹംനെ ഖോല അലമാരിക്കോ, നമ്മൾ തുറന്നു, അലമാരി അങ്ങ് തുറന്നു. ബുലാ രഹേ ഹെ ബേച്ചാരിക്കോ, ബേച്ചാരിക്കോ ഹം ബുലാ രഹേ ഹെ, വാ വാ പക്ഷികൾ വാ, ഇവിടെ വന്നിരിക്കൂ, നമ്മുടെ അലമാരിക്കകത്ത് സ്ഥലമുണ്ട്, വന്ന് താമസിക്കൂ. പർ വോ ചീം ചീം കറാത്തി ഹൈ, പക്ഷെ അവ ചീം ചീം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളൊന്നും അകത്ത് വരുന്നൊന്നുമില്ല. അവയ്ക്ക് വീട്ടിനകത്ത് അലമാരി താമസിക്കാൻ പറ്റുമോ? അല്ലേ? പർ വോ ചീം ചീം കറാത്തി ഹൈ ഘർ മേ തോ വോ നഹീ രഹേഗി, വീട്ടിൽ അവയ്ക്ക് ഇരിക്കാൻ താൻ, അവർക്ക് പക്ഷി അവിടെ തന്നെ വേണം, പക്ഷികൾക്ക് മരച്ചില്ല തന്നെ വേണം, അതാണ് ആശ്രയം. നോക്കൂ, ഹംനെ ഖോല അലമാരി കോ, കവയിത്രി कहती है हमने अलमारी को खोला है और बेचारी को बुला रहा है, അതിന് ആശ്രയം കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിച്ചിട്ട് കൊണ്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ വേ നഹി മാനത്തെ ഹെ, അവ ഒരിക്കലും ചീം ചീം കർത്താ, അവൻ ചീം ചീം പറയാൻ അറിയത്തുള്ളൂ. വോ ചീം ചീം കർത്താ കറാത്തി ഹൈ, നീ അങ്ങക്ക് വേണ്ട എന്ന് പറയുന്നു. ഘർ മേ തോ വോ നഹീ രഹേഗി, വീട്ടിൽ അവ ഇരിക്കില്ല. ഘർ മേ പേട് കഹാം സേ ലായേം, അതാണ് ചോദ്യം. വീട്ടിനകത്ത് നമ്മൾ എങ്ങനെ മരം കൊണ്ടുവന്ന് വെക്കുക? കൈസെ ഈ ഘോംസല ബനായി, അവയുണ്ടാക്കുന്ന പോലെ ഘോംസല നമ്മൾ എങ്ങനെ ഉണ്ടാക്കി? എത്ര സുന്ദരമായിട്ടാണ് പക്ഷികൾ കൂട് കൂട്ടുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? തൂക്കണാംകുരുവിയുടെ കൂട്, എന്തിന് കാക്കയുടെ കൂട്, കുരുവിയുടെ കൂട്, അടയ്ക്കാക്കുരുവിയുടെ കൂട്, എത്ര മനോഹരമാണ് കൂടുകൾ. ഇത്ര ചെറിയ കൂട്ടിനകത്ത് ഇത്രയും വലിയ മഴയിലും വെയിലത്തും ഒക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് താമസിക്കുന്ന പക്ഷിക്കൂട് കാണാൻ ഭയങ്കര കൊതിക്കും. അതിനാണ് മനുഷ്യന് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ നശിച്ച് തച്ചോടയ്ക്കും. തൂക്കണാംകുരുവിയൊക്കെ ആ കൂട് കണ്ട് കൊടുക്കുക, ഓലഞ്ഞാലി കുരുവിയുടെ ഓലയിലുള്ള കുരുവി കൂട്. അപ്പം ഇവയൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കേണ്ടതാണ്. എത്ര ആർക്കിടെക്റ്റ് ആണ് അത്, അത്ര നല്ല രീതിയിലാണ് അത് വിഭാവനം. ഒരു മഴയും തന്നെ, തണുപ്പില്ല, മഞ്ഞില്ല, വെയിലേക്കാതെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഈ പക്ഷികൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് മാത്രം അവയെ സംരക്ഷിക്കുന്ന പക്ഷിക്കൂടുകൾ അതിമനോഹരമാണ്. അപ്പോൾ ആ കൂടാണ് ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ഒരു പേമാരി വന്നാൽ നശിച്ചു പോകുന്നു. അതിശക്തമായ കൊടുങ്കാറ്റ് വന്നാൽ, സാധാ കാറ്റൊന്നും വന്നൊന്നും പ്രശ്നമില്ല അല്ലെ. തെങ്ങിൽ നിന്ന് കൊണ്ടൊരു കോഞ്ഞാട്ടയും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളും നാരുകളും വാഴനാരുകളും പലതും കൊണ്ട് ഇലകളും ഒക്കെ കൊണ്ട് കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ട്, എത്ര ലെയറാണുള്ളതെന്ന് അറിയാമോ? കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അതിൽ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. അല്ല നിങ്ങൾ അലമാരിക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനല്ലെങ്കിൽ കൂട്ടിനകത്ത് കൊണ്ടുവച്ച് സംരക്ഷിക്കത്തില്ല. ആ ചൂടൊന്നും അതിന് പറ്റൂല. തോ ഘർമേം തോ വോ നഹീ രഹേഗി, നമ്മുടെ വീട്ടിലൊന്നും അവ വന്ന് താമസിക്കില്ല. ഇനിയോ കൈസെ ഈ ഘോംസല ബനായും, എങ്ങനെ മരത്തിന് നമ്മളൊരു ഇത് കൂടുണ്ടാക്കും? കൈസെ ഫൂട്ടെ അണ്ടേ ജോടെ, കൈസെ ആപ്പ് ടൂട്ടെ അണ്ടോങ്കോ ജോടേങ്കി. അടുത്ത ചോദ്യം, പൊട്ടിപ്പോയ മുട്ടയെ എങ്ങനെ ചേർക്കും? പറ്റത്തില്ല. താഴോട്ട് കൊടുങ്കാറ്റ് കാരണം അത് വീണു പോയി നശിച്ചു, എങ്ങനെ തിരിച്ചു ചേർക്കും? കിസിസേ ബാത് സബ് കഹേങ്കി, ഈ കാര്യങ്ങളൊക്കെ ആരോട് പറയും? आप ये चिड़िया कहाँ रहेगी? कवित्री पूछती है, बार बार हम मनुष्य से पूछते हैं कि हे मनुष्य, आप ये चिड़िया कहाँ रहेगी? क्या आपने सोचा है? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പക്ഷി എവിടെ ഇരിക്കാൻ പറ്റും, പക്ഷികൾക്ക് എവിടെയാണ് താമസ സ്ഥലമെന്ന്? ഇത്രയൊരു കവിത. ചിന്തിക്കാൻ ഒത്തിരിയുണ്ട്, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ഒത്തിരിയുണ്ട്. क्या है इसमें? पेड़ काटने से पर्यावरण प्रदूषित हो जाता है. മരങ്ങൾ മുറിക്കുന്നത് കൊണ്ട് പരിസ്ഥിതിയാണ് ദുർബലമാകുന്നത്, പരിസ്ഥിതിയാണ് മലിനീകരണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനത്തെ പക്ഷിജാലകങ്ങൾക്കാണ് തങ്ങളുടെ കൂടും ഇടത്താവളവും താവളവും എല്ലാം नष्टപ്പെടുന്നു. तो जीव जंतुओं पर इसी प्रकार हम क्या करेंगे तो बिहेव करेंगे तो എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവജാലങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇടം നമ്മൾ നൽകാൻ തയ്യാറായില്ല എങ്കിൽ അവരുടെ വംശനാശം ഭൂമിയിലുണ്ടാവും, ഈ പ്രപഞ്ചത്തിലുണ്ടാവും. അപ്പോൾ അവയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അവയെ സംരക്ഷിക്കാൻ മരങ്ങൾ സംരക്ഷിച്ചാൽ തന്നെ അവ അവരുടെ തനിയെയുള്ള താവളങ്ങൾ കണ്ടെത്തിക്കൊള്ളും. समझ में आया? മനസ്സിലായോ? तो देखिए कवयित्री पूछती है कि पेड़ों को काटेंगे तो चिड़ियों को नहीं किसी भी स्थान पर नहीं रह सकती है. तो इसलिए हे मनुष्य, तुम कभी भी पेड़ों को नहीं काटो. तो पेड़ों को काटना पाप है,
पेड़ों में ही जीवन है, चिड़ियों का जीवन पेड़ों की डालियों पर है, हर एक डाली हर एक जीवन है। तो रिश्ता है इस पेड़ों से या इन डालियों से पक्षियों का अटूटा बंध है। तो इस बंध को आप नहीं क्या ना करें, न टूटे। उसी प्रकार क्या है, वन प्रदेश में जैसे कई पेड़ हैं, उन पेड़ों को काटते काटते रह जाएंगे तो डाली पर डाली जाने वाली इस प्रकृति में ही जीवन रहने वाली इस पक्षी या इन चिड़ियों का जीवन नष्ट हो जाएगा। इसलिए है मनुष्य, तुम चिड़ियों के जीवन पर कभी भी क्या ना करें, ബാധ न डालें। ठीक है, तो ധന്യവാദ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ആസ്വാദനക്കുറിപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ആസ്വാദനക്കുറിപ്പ് ഇതിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം. ധന്യവാദ്. ഇത് യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അതിനകത്ത് ഇടുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. എന്ത് കമൻറ്റ്സ് ആണെങ്കിലും അതിൽ വരട്ടെ. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.